പണ്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു പ്രസംഗം കേട്ടത് ഓർമ്മ വരുന്നു. നീട്ടിപ്പറഞ്ഞാൽ പർപ്പടകം, ഒതുക്കി പറഞ്ഞാൽ പർപ്പടം, ചുരുട്ടി പറഞ്ഞാൽ പപ്പടം, പൊരിച്ചു കഴിഞ്ഞ് അമർത്തിയാലോ പ്ടിം. അപ്പോൾ അത് കിട്ടാതെ വന്നാലുള്ള ശബ്ദമോ പ്ടിം 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 പ്ടിം. ഇനി നമുക്ക് മനോഹരമായ ഒരു വീഡിയോ കാണാം. ഓ മറ്റേ ഓ സംഗതി റിലീസ് പടത്തിലെ രംഗമല്ല. സംഗതി റിലീസ് പടത്തിന് ടിക്കറ്റ് എടുക്കാനുള്ള തിക്കും തിരക്കുമല്ല. കോളേജ് യൂണിയൻ ഇനാഗുറേഷന് ഉണ്ടാകുന്ന സംഭവമല്ല. ഉത്സവപ്പറമ്പിൽ ചിലപ്പോൾ ഈ ഗാനമേളയ്ക്കൊക്കെ തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിന് പിടിച്ചടിക്കുന്നതല്ല. രാഷ്ട്രീയ പ്രചരണ സമാപന വേദിയിൽ ഇരു പാർട്ടിക്കാർ ഏറ്റുമുട്ടുന്നതല്ല. പിന്നെ മംഗളമായ കർമ്മമെന്ന പേരിൽ ഒരു പൊണ്ണും ചെറുക്കനും ചേർന്ന് ജീവിതം ആരംഭിക്കുന്നതിന് ക്ഷണിച്ചു വരുത്തിയ അതിഥികൾക്ക് പപ്പടം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കലാപരിപാടിയാണ് നിങ്ങൾ കണ്ടത്. നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്തിൽ അതിൻ്റെ പരിസരത്ത് എവിടെയോ നിറമൺകര എന്നോ മറ്റോ ആണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ വധുവിൻ്റെയും വരന്മാരുടെയും ബന്ധുമിത്രാദികൾ ഒരു മംഗളകരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അണ്ണാക്കിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ എവിടെയോ പപ്പടം കിട്ടാതെ പോയതിൻ്റെ പേരിലുണ്ടായ സംഗതിയാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത്. ഇന്നത്തെ കല്യാണങ്ങൾക്ക് പോയാൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കുന്ന കാര്യം നമ്മൾ ഭയപ്പെടേണ്ടി വരും. കഴിക്കാനിരിക്കുമ്പോൾ ഏതെങ്കിലും വാതിൽ നോക്കിയിരിക്കേണ്ടി വരും. റോഡിൽ കൂടെ പോയപ്പോൾ ബെൻസ് തട്ടിയെന്നോ കാളവണ്ടി തട്ടിയെന്നോ ഒക്കെ പറഞ്ഞ് പരിക്ക് പറ്റുന്നതിനേക്കാൾ എത്രയോ നാണക്കേടാണ് കല്യാണ വീട്ടിൽ പപ്പടത്തിനടിയർക്കിടയിൽ കസേര തട്ടി മുറിവേറ്റു, പരിക്കേറ്റു, മരിച്ചു എന്നൊക്കെ പറഞ്ഞു വരുന്നത്. സംഗതി ചില പെൺകുട്ടിയുടെ പിതാക്കന്മാർ, ആൺകുട്ടിയുടെ പിതാക്കന്മാരെക്കാൾ പെൺകുട്ടിയുടെ പിതാക്കന്മാർക്കാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ഈ കല്യാണത്തിൻ്റെ തലേനാളൊക്കെ. വല്ലച്ചായാലും ഒന്ന് നടന്നു കിട്ടിയാൽ മതി എന്നൊക്കെ പറയും. എങ്ങനെയെങ്കിലും ഒന്ന് നടന്നാൽ മതി എന്ന് പറയുന്ന ആ സംഗതിയിൽ സ്വർണമുണ്ടാക്കുന്നതും പൊന്നുണ്ടാക്കുന്നതും ഈ പറയുന്ന കെട്ടിക്കൊണ്ടു പോകുന്നവൻ ഏത് ദുഷ്ടനാണെന്നുള്ളതും ഒക്കെ പിന്നീടുള്ള കാര്യം. അന്ന് ഈ കുതിരയെടുപ്പുകാരെല്ലാവരും കൂടി വന്ന് നടത്തുന്ന സർക്കസ് ഒരു പരിക്കുമില്ലാതെ ഒന്ന് കടന്നു പോയാൽ മതി എന്നതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അതിന് ഈ ഗുസ്തിക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിവാഹം എന്ന് പറയുന്ന മംഗളമായ ഒരു ചടങ്ങിന് അതിലേറ്റവും താല്പര്യമുള്ള, ഇത് നടക്കണം എന്നാഗ്രഹിക്കുന്ന, അതിന് സാക്ഷിയാവുന്ന ഒരു ചെറിയ കൂട്ടത്തെ കൂട്ടുന്നതിന് പകരം എല്ലാ കണക്കിലും അമ്മാവന്മാരുടെ വകയിൽ, ചിറ്റപ്പന്മാരുടെ വകയിൽ, അപ്പച്ചിയപ്പന്മാരുടെ വകയിൽ എന്ന് വേണ്ട നാട്ടിലുള്ള എല്ലാ വകയും കൂടെ കൂട്ടി കിഴുക്കി എല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് വരും. പിന്നെ ചില കല്യാണങ്ങൾക്കൊരു പരിപാടിയുള്ളത് ഈ സദ്യയ്ക്ക് മുമ്പ് അങ്ങ് മിനുങ്ങും. കഴിച്ച് കഴിഞ്ഞ് കഴിച്ചുകൂടാന്നാണ് പറയുന്നത്. മറ്റേത് കഴിച്ചുകൂടാന്ന്. അതുകൊണ്ട് കഴിക്കുന്നതിന് മുമ്പ് അങ്ങ് കഴിക്കും. പിന്നെ എല്ലാവരും ഒന്നര ആളുകളാണ്. പിന്നെ ആ കറക്റ്റ് സമയത്ത് സാമ്പാർ വരണം, പപ്പടം വരണം, മസാല വരണം, ഇതെല്ലാം വരണം. വന്നില്ലെങ്കിലോ സംഗതി ഞാൻ കൈവിട്ടു പോകും. ഇത് വരണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാ? എന്നും കഴിക്കാൻ യോഗമുള്ളവരായതുകൊണ്ടാണോ? അല്ല, എന്നും കഞ്ഞിവെള്ളവും നാരങ്ങായുമാണ് കഴിക്കുന്നത്. വെല്ലോടം ചെല്ലുമ്പോഴാണ് ഈ ബലൂൺ ഊതി വീർപ്പിക്കുന്നത് പോലെ ഇതെല്ലാം കൂടെ വാരി നിറച്ച് അത് വലുതാക്കുന്നത്. അതിന് കുറഞ്ഞതിനാണ് ഈ പരിപാടി നടത്തിയത്. നാണം കെട്ടവർക്ക് ആല് കിളിച്ചാൽ അതും ഒരു തണലാകും എന്ന് പറഞ്ഞതുപോലെ തലസ്ഥാന നഗരിയുടെ പ്രൗഢോജ്വലമായ അധ്യായത്തിൽ ഇതൊരെണ്ണം കൂടി ഇരിക്കട്ടെ. സാധാരണ ഇതിനെല്ലാവരും കൊല്ലക്കാരെയാണ് പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തുകാർക്കും ഒന്നിരിക്കട്ടെ. ആലപ്പുഴക്കാർക്ക് നേരത്തെ കിട്ടി, കോട്ടയത്തും കിട്ടി. അതിനപ്പുറത്തേക്ക് നടന്നതായി എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഈ ദളം വാലന്റൈൻസ് ഡേയുമായി പ്രണയത്തോടെ നെഞ്ചോട് ചേർത്ത് വെക്കാം.